ചില രാഷ്ട്രീയ പാർട്ടികളെ മുന്നണികൾക്ക് അനിവാര്യ ഘടകമാണ്. അത് സാമുദായികമായിട്ട് മുൻപന്തിയിൽ നിൽക്കുന്ന പാർട്ടി കൂടിയാണെന്നുണ്ടെങ്കിൽ അവർക്ക് കൂടുതൽ ശക്തിയേറും, അവർക്ക് ഡിമാൻഡും കൂടുതലായിരിക്കും. ഒരു മുന്നണിയിൽ നിന്ന് മറ്റേ മുന്നണിയിലേക്ക് അവരെ കൈയാട്ടി വിളിക്കുകയും ചെയ്യും. പണ്ട് കേരള കോൺഗ്രസിനെ പറ്റി കെ എം മാണി പറഞ്ഞത് തന്നെ, ഈ കേരള കോൺഗ്രസ് എന്ന സുന്ദരിയെ ചുറ്റിപ്പറ്റി പലരും ഇങ്ങനെ കറങ്ങി നടക്കും. ശരിയല്ലേ? കേരള കോൺഗ്രസ് ജോസ് കെ മാണി വിഭാഗത്തെ LDFിൽ നിന്ന് UDFിൽ കൊണ്ടുപോകാനായിട്ട് പലരും പല രീതിയിലും ശ്രമമൊക്കെ നടത്തി, ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ചിലപ്പോൾ പോയെന്നും ഇരിക്കും. അതൊക്കെ സാഹചര്യത്തിന് അനുസരിച്ച്. അതുപോലെ തന്നെ ഇപ്പൊ UDFിൽ നിൽക്കുന്ന ഒരു പ്രബല ഘടകകക്ഷിയാണ് മുസ്ലിം ലീഗ്. മുസ്ലിം ലീഗ് നമുക്കറിയാം, മുസ്ലിം സമുദായത്തിന്റെ പിൻബലത്തോടു കൂടി നിൽക്കുന്ന രാഷ്ട്രീയ പാർട്ടി തന്നെയാണ് മുസ്ലിം ലീഗ്. അപ്പൊ എന്തായാലും കേരള കോൺഗ്രസ് എന്ന് പറയുന്നത് അത് ക്രൈസ്തവ സമുദായമാണ് കൂടുതലായിട്ട് വരുന്നത്. എന്ന് വെച്ചാൽ ക്രൈസ്തവർ മാത്രമേ ഉള്ളൂ എന്നല്ല, കേരള കോൺഗ്രസ് എത്രയോ പിളർന്നിട്ടില്ലേ. ഇപ്പൊ ബാലകൃഷ്ണപിള്ള ഗ്രൂപ്പ്, ബാലകൃഷ്ണപിള്ള കേരള കോൺഗ്രസ് അല്ലായിരുന്നു. അതുപോലെ തന്നെ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിനകത്ത് തന്നെ ഹൈന്ദവരുണ്ടല്ലോ. ഇപ്പൊ ജോസഫ് വിഭാഗത്തിലും ഒക്കെ ഉണ്ട്. പക്ഷേ കൂടുതൽ പങ്കും ക്രൈസ്തവരാണ്. പിന്നെ ഈ കേരള കോൺഗ്രസുകളുടെ മേലൊരു പള്ളിക്കും പാതിരിക്കും ഒക്കെ ഒരു നിയന്ത്രണമുണ്ട്. പള്ളിക്കാരും പട്ടക്കാരും പറയുന്നത് അനുസരിച്ചൊക്കെ തന്നെ ആയിരിക്കും ഇവർ മുന്നണി മാറ്റവും നടത്തുക. മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം എന്ന് പറയുന്നത് അവരുടെ അന്തിമ വാക്കും എല്ലാം എന്ന് പറയുന്നത്, അന്തിമമായിട്ടുള്ള ഇടവും എന്ന് പറയുന്നതും ഹെഡ്ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നതും പാണക്കാട് കുടുംബമാണ്, സാദിഖ് അലി തങ്ങളാണിപ്പോൾ. മുസ്ലിം ലീഗിനെ സംബന്ധിച്ച് ലീഗ് 2021 UDFിൽ നിന്ന് 2021 ഭരണം കിട്ടും എന്നുള്ള പ്രതീക്ഷയിൽ നിന്നവരാണ് UDFിന്. അത് കിട്ടാത്തത് കൊണ്ട് UDFിൽ നിന്ന് പതുക്കെ അങ്ങോട്ടേക്ക് ചാടാനൊരു ശ്രമം നടത്തി LDFിലേക്ക് കുഞ്ഞാലിക്കുട്ടിയുടെ നേതൃത്വത്തിൽ. ഇത് ഏവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ്. പിന്നീട് 2021 തുടർഭരണം പിണറായിക്ക് കിട്ടിക്കഴിഞ്ഞ് ഏറെ നാളുകൾ കഴിയുന്നതിന് മുമ്പായിട്ട് തന്നെ പിണറായി വിജയനെതിരായിട്ടുള്ള നിരവധി കാര്യങ്ങൾ വരാനും പിണറായി വിരുദ്ധ തരംഗം കേരളത്തിൽ അലയടിക്കാനും തുടങ്ങിയതോടെ ഈ കുഞ്ഞാലിക്കുട്ടിയും സംഘവും അങ്ങോട്ടേക്ക് പുറപ്പെടുന്നത് അങ്ങ് എല്ലാം പാക്ക് ചെയ്ത് വന്നപ്പോഴത്തെ അത് അവസാനിപ്പിച്ചു. തൽക്കാലം പോകണ്ട, ഇവിടെ തന്നെ നിൽക്കാമെന്നുള്ളത്. ഇപ്പൊ നമുക്കറിയാം UDFിനൊരു പങ്കുണ്ട്, UDF ആയിരിക്കും അധികാരത്തിൽ വരാൻ സാധ്യത എന്നൊക്കെ രാഷ്ട്രീയ നിരീക്ഷകരടക്കം വിലയിരുത്തുമ്പോൾ കുഞ്ഞാലിക്കുട്ടിയും സംഘവും ഇവിടെ തന്നെ നിലയുറപ്പിച്ചുകൊണ്ട് കേരള കോൺഗ്രസ് മാണി വിഭാഗത്തെ ഇപ്പുറത്തേക്ക് കൊണ്ടുവരാനുള്ള ശ്രമം നടത്തുകയൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ LDFിന് ഇപ്പോഴും ലീഗിനെ അങ്ങോട്ടേക്ക് ഏതെങ്കിലും തരത്തിൽ കൊണ്ടുവരണമെന്നുമുണ്ട്. കാരണം ലീഗ് അങ്ങോട്ടേക്ക് ചെന്ന് കഴിഞ്ഞാൽ നല്ലൊരു വോട്ട് ബാങ്കുള്ള ഒരു രാഷ്ട്രീയ പാർട്ടി തന്നെയാണ് മുസ്ലിം ലീഗ്. പിണറായി വിജയനാണ് ആള്. ലീഗിന്റെ വോട്ട് മുഴുവനായിട്ട് വേണമെങ്കിൽ എങ്ങനെ കൊണ്ടുവരണം? അതല്ല കിട്ടുന്നില്ലെന്നുണ്ടെങ്കിൽ ആ വോട്ടിൽ വിള്ളൽ വീഴ്ത്താനും പിണറായി വിജയൻ അറിയാം. അത്തരത്തിലുള്ള തന്ത്രങ്ങൾ മെനയാൻ അറിയാം. ലീഗിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ നോക്കേണ്ടത് അവരുടെ മണ്ഡലങ്ങളിലൊക്കെ എപ്പോഴും സേഫ് ആയിരിക്കും എന്നുള്ളതാണ്. ഇപ്പൊ കോൺഗ്രസ്സുകാരാണ് 90 സീറ്റിൽ മത്സരിക്കും. എന്ത് പ്രയോജനം? ആകെ 23 സീറ്റ് എങ്ങാണ്ടോ ഉണ്ട് 90 സീറ്റിൽ മത്സരിച്ചിട്ട്. പക്ഷെ ലീഗിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് 27 സീറ്റാണ് കൊടുത്തിട്ടുള്ളത്. അതിൽ 19 സീറ്റും അവർ വിജയിച്ചിട്ടുള്ളതാണ്. അവർക്കൊരു തരംഗം കൂടി അങ്ങോട്ടേക്ക് UDFിന് ഉണ്ടായിക്കഴിഞ്ഞാൽ അവർ കൊടുക്കുന്ന സീറ്റുകളൊക്കെ തന്നെ സേഫാണ്. ഇതാണ് ഈ കോൺഗ്രസിലുള്ള ചിലരൊക്കെ, ചില നേതാക്കന്മാരൊക്കെ മുസ്ലിം ലീഗിന്റെ സീറ്റിൽ പോയി മത്സരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് ഇത്തവണ. ഇപ്പൊ കെ മുരളീധരൻ തന്നെ വട്ടിയൂർക്കാവൊന്നും വേണ്ടെന്ന് പറഞ്ഞിരിക്കുകയാണ്, തനിക്ക് ഗുരുവായൂർ മത്സരിക്കണം എന്നാണ്. തൃശൂർ പാർലമെന്റ് മണ്ഡലത്തിൽ വരുന്നതാണ് ഗുരുവായൂർ നിയമസഭാ മണ്ഡലം. അവിടെ സുരേഷ് ഗോപി 2ാം സ്ഥാനത്തായിരുന്നു. അപ്പോൾ തൃശ്ശൂരിലെ
നിയമസഭാ മണ്ഡലം അത് ലീഗിൻ്റെതാണ്. KN ഖാദറാണെന്ന് 2021 മത്സരിച്ചത്. ഏതാണ്ട് ഒരു 15,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് LDF-ലെ അക്ബർ വിജയിച്ചു വന്നത്. ഇത് ലീഗ് വിട്ടുകൊടുക്കാൻ, കോൺഗ്രസിന് വിട്ടുകൊടുക്കാൻ തയ്യാറാകുന്നുണ്ട്. K. മുരളീധരൻ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവിടെ മത്സരിക്കുമെന്ന് പറയുന്നുണ്ട്. കാരണം ലീഗുകാർ പാലം വലിക്കില്ല, കോൺഗ്രസിലുള്ളവന്മാരെ പോലെ പാര വയ്ക്കത്തില്ല. അങ്ങനെ ഉറപ്പുള്ളത് കൊണ്ടാണ് മുരളീധരൻ അവിടേക്ക് നോട്ടമിടുന്നത്. അപ്പൊ ലീഗ് എപ്പോഴും ലീഗിന്റെ മണ്ഡലങ്ങൾ വളരെ സേഫ് ആക്കി വെക്കാറുണ്ട്. അത് കേരളത്തിൽ LDF തരംഗമായാലും UDF തരംഗമായാലും അവർ അവരുടെ കാര്യം നോക്കും എന്നുള്ളതാണ്. അവരെ സംബന്ധിച്ചിടത്തോളം അവർക്കിപ്പോൾ 2 MP-മാരാണുള്ളത്. ലോക്സഭയിലേക്ക് 2 MP-യും രാജ്യസഭയില് 1 MP-യുമാണുള്ളത്. നമുക്കറിയാം, ലീഗിന് സംസ്ഥാനം വിട്ടും ചിലയിടങ്ങളിലൊക്കെ ഒരു അല്പസ്വല്പം ഒരു പങ്കാളിത്തമുണ്ട്. തമിഴ്നാട്ടിൽ ലീഗിന് MLA വരെയുണ്ട്. ദേശീയ തലത്തിൽ നോക്കിക്കഴിഞ്ഞാൽ അവരെ ഒരു ദേശീയ ആസ്ഥാന മന്ദിരം വരെയും ഈയിടയ്ക്കാണ് ഉദ്ഘാടനം ചെയ്തത് ഡൽഹിയിൽ. ഇപ്പൊ കുഞ്ഞാലിക്കുട്ടി തന്നെ 2019 ഇവിടെ നിന്ന് ലോക്സഭയിലേക്ക് മത്സരിച്ചു പോയത് എന്താണ്? അഖിലേന്ത്യാ പാർട്ടി ആണ് മുസ്ലിം ലീഗ്. അഖിലേന്ത്യാ 19 രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയായി വരികയാണെന്നുണ്ടെങ്കിൽ അഖിലേന്ത്യാ പാർട്ടിയുടെ ആളായിട്ട് കുഞ്ഞാലിക്കുട്ടി കേന്ദ്രമന്ത്രിയാകും എന്നുള്ള പ്രതീക്ഷയിലും കൂടിയാണല്ലോ പോയത്. പോയ പോക്കിൽ തന്നെ തിരിച്ചു വരികയും ചെയ്തു. രാഹുൽ ഗാന്ധി അടുത്ത ഒരു 10-25 കൊല്ലത്തേക്ക് രാഹുൽ ഗാന്ധി അല്ല കോൺഗ്രസ് പാർട്ടി ഒന്നും തന്നെ ഗുണം പിടിക്കാൻ പോകുന്നില്ല, പച്ച തൊടാൻ പോകുന്നില്ല എന്ന് മനസ്സിലാക്കി കുഞ്ഞാലിക്കുട്ടി പോയ വണ്ടിയിൽ തന്നെ തിരികെ വരികയും ചെയ്തു എന്നുള്ളതും നമുക്കറിയാവുന്ന കാര്യമാണ്. പിന്നീട് അദ്ദേഹം കേരള രാഷ്ട്രീയത്തിൽ തന്നെ ശ്രദ്ധ കേന്ദ്രീകരിച്ചു. 2026 UDF അധികാരത്തിൽ വരികയാണെങ്കിൽ കേരളത്തിലെ ഉപമുഖ്യമന്ത്രി ആകാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. ഈ ലീഗിനെയാണ് LDF നോട്ടമിട്ടിരിക്കുന്നത്. LDF-ന്റെ കൺവീനർ സ്ഥാനത്തേക്ക് രാമകൃഷ്ണൻ വന്നപ്പോൾ പറയുകയുണ്ടായി, മുസ്ലിം ലീഗിനെ അങ്ങോട്ടേക്ക് ക്ഷണിക്കുകയുണ്ടായി, നിങ്ങൾ ഈ മതതീവ്ര സ്വഭാവമുള്ളവരുമായിട്ടുള്ള ബന്ധം ഉപേക്ഷിച്ചിട്ട് വരിക. ജമായത്തെ ഇസ്ലാമി, SDPI, വെൽഫെയർ പാർട്ടി, പോപ്പുലർ ഫ്രണ്ട് ഇവരുമായുള്ള ബന്ധം ഉപേക്ഷിച്ചിട്ട് നിങ്ങൾ അഗ്നിശുദ്ധി വരുത്തി വരാമെന്നുണ്ടെങ്കിൽ ഞങ്ങള് ചുവപ്പ് പരവതാനി വിരിച്ച് AK സെന്ററിൽ ആനയിച്ച് ഇരുത്തും എന്ന് പറയുകയുണ്ടായി. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ പിണറായി വിജയൻ പറഞ്ഞതാണ്, മുസ്ലിം ലീഗിന്റെ കൂട്ടാളികളായിട്ട് നിൽക്കുന്നത് ജമായത്തെ ഇസ്ലാമിയും വെൽഫെയർ പാർട്ടിയും SDPI-യും ഒക്കെയാണെന്ന്. ഇത് വയനാട്ട് ഉപതെരഞ്ഞെടുപ്പ് സമയത്തും പറയുകയുണ്ടായി. എന്തിന്? ഈ ലീഗിനകത്തൊരു വിള്ളൽ വീഴ്ത്തുന്നതിന് വേണ്ടിയാണ്. ഒന്നുകിൽ വോട്ട് ബാങ്ക് മൊത്തത്തിൽ ഇങ്ങോട്ടേക്ക് വരണം, അല്ലെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് വിള്ളൽ വീഴ്ത്തുക എന്നുള്ളതാണ്. ലീഗിന്റെ വോട്ട് ബാങ്കിൽ പ്രതീക്ഷ നഷ്ടപ്പെട്ടത് കൊണ്ടാണ് ഇപ്പോൾ പിണറായി വിജയനും സംഘവും അയ്യപ്പ സംഗമം നടത്തി ഹൈന്ദവ വോട്ടുകൾ ഏകീകരിക്കാനുള്ള ഒരു ശ്രമം നടത്തുന്നത്. അതിനുവേണ്ടിയാണ് NSS-ന്റെയും SNDP-യുടെയും പിന്തുണ പോലും ഈ അയ്യപ്പ സംഗമത്തിന് ലഭിച്ചിരിക്കുന്നത്. പക്ഷേ പെരുന്നയിലെ പോപ്പും വെള്ളാപ്പള്ളി നടേശനും പറയുന്ന പോലെ തന്നെ ആയിരിക്കുമോ ഇനിയുള്ളവർ വോട്ട് ചെയ്യുക എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ്. എന്തായാലും ലീഗ് എന്ന് പറയുന്നത് കേരള രാഷ്ട്രീയത്തിലെ ഒരു പ്രധാന ഇടമാണ്. ഇനിയും ലീഗ് ഇങ്ങോട്ടേക്ക് വന്നില്ലെങ്കിൽ മലപ്പുറത്ത് ലീഗിന്റെ വോട്ടിൽ വിള്ളൽ വീഴ്ത്തിക്കൊണ്ട് ഇവരെ ചെയ്യാൻ പോകുന്നത് അവിടെ എങ്ങനെയെങ്കിലും CPM പിടിച്ചെടുക്കാനുള്ള ശ്രമമാണ് നടത്തുന്നത്. മലപ്പുറം ജില്ലയിൽ തന്നെ 16 നിയമസഭാ മണ്ഡലങ്ങളുണ്ട്. അതിൽ 3 മാത്രമേ LDF-നുള്ളൂ. അവിടൊക്കെ തന്നെ കോൺഗ്രസ്, ഉത്തര കേരളത്തിലൊക്കെ തന്നെ കോൺഗ്രസ്സുകാർ എപ്പോഴും ജയിക്കുന്നത് ആരുടെ പിൻബലത്തിലാണ്? മുസ്ലിം ലീഗിന്റെ പിൻബലവും കൂടി ഉള്ളത് കൊണ്ട് മാത്രമാണ്. ഈ മുസ്ലിം ലീഗിന്റെ മതതീവ്ര സ്വഭാവത്തെയൊക്കെ ആര്യാടൻ മുഹമ്മദ് ചോദ്യം ചെയ്തിട്ടുള്ള ആളാണ്. അദ്ദേഹം ഒരു കോൺഗ്രസ് പാർട്ടിയിൽ നിന്നുകൊണ്ട് മതേതര സ്വഭാവത്തോടു കൂടിയ ഒരു മുസ്ലിം ആയിരുന്നു എന്നുള്ളതാണ്. മുഹമ്മദ് കോയ മതേതര സ്വഭാവമില്ലായിരുന്നു. കേരളത്തിൽ ശ്രീകൃഷ്ണ ജയന്തിക്ക് അവധി കൊടുത്തത് ആരായിരുന്നു? CH മുഹമ്മദ് കോയയല്ലേ. അപ്പൊ അങ്ങനെ മുസ്ലിം ലീഗിന് നല്ല വശങ്ങളും ഒക്കെ ഉണ്ടെന്നുള്ളതാണ്
മുസ്ലിം ലീഗിനെ ആണ് കേരള രാഷ്ട്രീയത്തിൽ വളരെ നിർണായകമായിട്ടുള്ള ശക്തിയാണ്. ആ ലീഗിന്റെ കോട്ടയിൽ വിള്ളൽ വീഴ്ത്താനാണ് CPM ഉന്നം വെക്കുന്നത് ഇപ്പോൾ.